ശർമ്മജി, നമുക്ക് കത്ത് വന്നിരിക്കുന്നത് പെരുമ്പാവൂരിൽ നിന്നാണ്. ശ്രീലതയാണ് കത്ത് അയച്ചിരിക്കുന്നത്. മകൾക്ക് വേണ്ടിയിട്ടാണ്. മകളിപ്പോൾ നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കോഴ്സ് എല്ലാം തീരാറായി. വിദേശത്ത് ഉപരിപഠനം ചെയ്യാൻ താല്പര്യമുണ്ട്. അത് നടക്കുമോ എന്നാണ് ചോദിക്കുന്നത്. മകളുടെ ഭാവി, വിവാഹം എന്നിവയൊക്കെ അറിയണമെന്നാണ് അമ്മ പറഞ്ഞിരിക്കുന്നത്. മോളുടെ ഗ്രഹനിലയിൽ ജനിച്ച ലഗ്നത്തിൻ്റെ 4-ാം ഭാവത്തിലും 8-ാം ഭാവത്തിലും 9-ാം ഭാവത്തിലും പാപഗ്രഹങ്ങളും 5-ാം ഭാവത്തിൽ ശുഭഗ്രഹങ്ങളും നിന്നും കൊണ്ട് ഇപ്രകാരം കാണുന്ന ഗ്രഹനിലയിൽ മത്സ്യം എന്ന യോഗമാണ്. എല്ലാവർക്കും സുപരിചിതമാണ് മത്സ്യം. ഉപയോഗിക്കുന്നവരുണ്ട്, മത്സ്യം എന്ന് കേൾക്കാത്തവർ വളരെ കുറവാണ്. മത്സ്യയോഗം എന്ന് പറഞ്ഞാൽ ഒരു ആറ്റിലോ ഒരു കായലിലോ തോട്ടിലോ സമുദ്രത്തിലോ മത്സ്യത്തിൻ്റെ റോൾ എന്താണ്? മത്സ്യത്തിന് അതിൻ്റെതായ ജന്മനിയോഗമുണ്ടല്ലോ. ഉറപ്പായിട്ടും. അതായത് ആ ജലത്തിലെ അശുദ്ധങ്ങളെല്ലാം അത് കൊത്തി വിഴുങ്ങും, വെള്ളം ക്ലീനാക്കും. അതുപോലെ തന്നെ അത് മുട്ടയിട്ട് അനവധി മത്സ്യക്കുഞ്ഞുങ്ങളെ സൃഷ്ടിക്കും. പുതിയ പുതിയ ജലാശയവുമായിട്ട് പൊരുത്തപ്പെട്ട് പോവാൻ വില്ലിങ്ങായിരിക്കും. എത്ര ഒഴുക്ക് വന്നാലും പുതുവെള്ളം വന്നാലും പഴയ വെള്ളമായിരുന്നാലും എത്രയായാലും ഒരു ജലാശയത്തിൽ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഒരു മത്സ്യമുണ്ടായിരിക്കും. ഈ മത്സ്യയോഗം ജനങ്ങളെ സേവിക്കാനുള്ളതാണ്. എങ്ങനെ സേവിക്കും? രാഷ്ട്രീയത്തിലും ആകാം, കാരുണ്യപ്രവർത്തനത്തിലും ആവാം, ആതുര സേവനത്തിലും ആകാം. ആതുര സേവനം വിദേശത്ത് ചെയ്യാൻ സാധ്യത കൂടുതൽ എന്ന് ഈ ഗ്രഹനിലയെ കാണുന്നു. അതായത് ജന്മലഗ്നത്തിൻ്റെ 12-ാം ഭാവം മാതൃമനകാരകൻ ചന്ദ്രൻ എന്ന ഗ്രഹം നിൽക്കുന്നതിനാൽ അന്നേരം ജന്മരാജ്യം വെളിഞ്ഞിടും, ഉദ്യോഗം അന്യമാൻ രാജ്യത്ത് വച്ചായിടും. ശുക്രഗ്രഹാധിപൻ സമീപത്ത് നിൽക്കുകയോ ജന്മനാട്ടിൽ നിന്ന് പോയിട്ട് താമസം എങ്ങുറപ്പിക്കും അങ്ങു ഭരിക്കണം. അങ്ങനെ അതിൻ്റെ പ്രമാണങ്ങൾ കുറേയധികം പറയുന്നുണ്ട്. ജന്മനാട് വിട്ടിട്ടാണ് മിക്കവാറും ഈ മത്സ്യയോഗക്കാർക്ക് കൂടുതൽ ശോഭിക്കുന്നത്. കാരുണ്യപ്രവർത്തനം, അതായത് നേഴ്സിങ്, ഡോക്ടർ, മറ്റേതെങ്കിലും തരത്തിൽ ഈ പ്രകൃതി ദുരന്തങ്ങളൊക്കെ സംഭവിച്ച് കഴിയുമ്പം അവശരെയും അശ്രണ്ണേരും ഒക്കെ എടുത്തുകൊണ്ട് പോയി കയ്യും കാലുമൊക്കെ കെട്ടി വൃത്തിയാക്കുക, അവർക്ക് വേണ്ട മരുന്നുകൾ കൊടുക്കുക, അവരെ പ്രാഥമിക സംരക്ഷണങ്ങൾ ചെയ്യുക, അവരെ എടുത്തുകൊണ്ട് ആശുപത്രി കൊണ്ടുപോകുക, ഇങ്ങനെയൊക്കെയുള്ള സാഹസികവും കാരുണ്യവും ഒക്കെ ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ, കാരുണ്യ പ്രവർത്തനമാണ് കൂടുതലും മത്സ്യയോഗത്തിൽ പറയുന്നത്. അപൂർവം ചിലർ രാഷ്ട്രീയ രംഗത്തും വരും. അതും കാരുണ്യ പ്രവർത്തനം തന്നെയാണ്. യാതൊരുവിധ അഴിമതിയുടെ കറകളും കൈവെള്ളാതെ നിൽക്കുന്ന വ്യക്തികളുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിനെ മത്സ്യയോഗം എന്നും പറയും. ബഹുഭൂരിപക്ഷം അങ്ങനെ വരുന്നില്ല, എങ്കിലും കാരുണ്യപ്രവർത്തനത്തിനാണ് മത്സ്യയോഗം കൂടുതലായിട്ട് കാണുന്നത്. ജന്മനാട് വിട്ട് ഏതാണ്ട് 20, 22, 26 ഈ പ്രായഘട്ടങ്ങളിൽ 20, 22, 26 പ്രായഘട്ടങ്ങൾ ഭാഗ്യം തെളിയുമെന്നാണ്. വിദേശയോഗം, വിദേശത്ത് പോയി പഠിത്തം, ഉപരിപഠനം, ഉദ്യോഗം, അവിടെ നിന്ന് തന്നെ വിവാഹബന്ധങ്ങളും വിദേശ ധനങ്ങൾ കൊണ്ട് സമ്പാദിക്കത്തക്ക നാട്ടിൽ വസ്തു, വീട്, വാഹനം, കനക വേഷഭൂഷണാദികൾ ഇപ്രകാരവും സ്ഥിര സമ്പാദ്യാദികളും ഉണ്ടാകുകയും വിദേശ നാട്ടിൽ തന്നെ സന്താനജനനങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. അതായത് കൂടുതലും ബഹുഭൂരിപക്ഷം മത്സ്യയോഗമുള്ളവർക്ക് വിദേശത്ത് പോകുവാനും പഠിക്കുവാനും ഉപരിപഠനത്തിനും ഉദ്യോഗത്തിനും ധനസമ്പാദനത്തിനും കല്യാണത്തിനും അവിടെ നിന്നുള്ള ധനം മൂലം നാട്ടിൽ രമ്യഹർമ്മ്യങ്ങൾ, നല്ല വീടുകളൊക്കെ പണിയാനും വസ്തുവാഹനാദികൾ വാങ്ങുവാനും സംഭരിക്കാനും ധനസമ്പാദനത്തിനും കുട്ടികളെ കൂടുതൽ ഉയർന്ന വിദ്യാഭ്യാസത്തിനും പ്രത്യേകിച്ച് വൈദ്യശാസ്ത്രം സംബന്ധമായിട്ടുള്ള വിദ്യാഭ്യാസത്തിനൊക്കെ ഉള്ള യോഗം ശരാശരി സൂചിപ്പിക്കുന്നതാണ് മോളുടെ മത്സ്യയോഗം എന്ന യോഗം. പ്രത്യേകിച്ച് ഒരു ദോഷങ്ങളൊന്നും ഈ കാരുണ്യപ്രവർത്തകർക്ക് ഉണ്ടാവാൻ വഴിയില്ല. കാലദോഷങ്ങളനുസരിച്ച് പെൻഷൻ പറ്റുന്ന 55-60 വയസ്സുകാലത്ത് പെൻഷൻ പറ്റും. അത് ജനറലായൊരു കണക്കാണ്. അത് കാലദോഷം എന്ന് പറയാൻ പറ്റില്ല. കാരണം കാരുണ്യപ്രവർത്തനമാണ് ഇവർ ചെയ്യുന്നത്. അനേക രോഗികളെയും ദുഃഖിച്ച് നിൽക്കുന്നവരെയും മരുന്നും ആശ്വസിപ്പിക്കുകയും ഒക്കെ ചെയ്ത് പുണ്യം നേടേണ്ട ജന്മങ്ങളാണ്.
എപ്പോഴും ചിരിച്ച് ഉല്ലസിച്ചുള്ള മുഖം ഉണ്ടായിരിക്കണം. സാധാരണ ആശുപത്രികളിലൊക്കെ ജോലി ചെയ്യുന്നവർ മനസ്സിൽ എന്തെല്ലാം ദുഃഖങ്ങളുണ്ടെങ്കിലും അവരുടെ മുഖം എപ്പോഴും സന്തുഷ്ടമായി. അവരുടെ ഉള്ളിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ ദുരിതങ്ങളായിരിക്കും. കാരണം ഒരു കുടുംബത്തിൻ്റെ തലപ്പത്ത് എല്ലാ ബാധ്യതകളോടും തീർന്ന ഒരു നേഴ്സുമാരൊക്കെ ഉണ്ടാകുന്നത് ഇളയത്തങ്ങളെയൊക്കെ കെട്ടിക്കണം, അമ്മയച്ഛനെ ഒക്കെ നോക്കണം, കടങ്ങൾ തീർക്കണം. ഇതൊന്നും മുഖത്ത് കാണാൻ പാടില്ല എന്നാണ് ആദ്യത്തെ നിഗമനം. അതുപോലെ തന്നെ കലാകാരികൾക്കും എപ്പോഴും അവർ പ്രസന്നവദനായിരിക്കും. ഉള്ളിൻ്റെ ഉള്ളിൽ ദുഃഖങ്ങളായിരിക്കും. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നവർക്ക് ഉള്ളിൽ സങ്കടമാണെന്നാണ് പറയുന്നത്. അത് പ്രത്യേകിച്ച് ഹാസ്യ താരങ്ങൾക്കാണ് അതിൻ്റെ ഫലം കൂടുതൽ. ചിരിപ്പിക്കുക, സന്തോഷിപ്പിക്കുക, അതിൻ്റെ സൈഡ് എഫക്റ്റ് എപ്പോഴും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അവനവൻ്റെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒന്നും കാര്യമായി ബാധിക്കാത്തതോ അത് ഭാവിക്കാത്തതോ ആയ ബന്ധം ഈ മത്സ്യ യോഗക്കാർക്കുണ്ടാവും. ഒന്നുകൊണ്ടും ഇതിനകത്ത് ശ്രീലതാമ്മ ബുദ്ധിമുട്ടേണ്ട കാര്യങ്ങളില്ല. വലിയ താമസമില്ലാതെ വിദേശത്ത് പോവുകയും ബാലൻസ് പഠിത്തം അവിടെ കൊണ്ട് തന്നെ നേഴ്സുകൊണ്ടാവുകയും UK പോലെയുള്ള സ്ഥലത്ത് നല്ല ഉയർന്ന ശമ്പള സ്കെയിലോടുകൂടി ജോലി ചെയ്യുകയും ഇതുമായി ബന്ധപ്പെട്ട ഒരു ഭർത്താവിനെ ലഭിക്കുകയും ജീവിതം സമ്പുഷ്ടമാകുകയും ചെയ്യും. യാതൊരു സംശയവുമില്ല.